അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സഹോദരങ്ങളെ, ആകാശഭൂമിക്ക് ആകെ ഒരു നാഥനേ ഉള്ളൂ. ഈ പ്രപഞ്ചത്തിന് ആകെ ഒരു സൃഷ്ടാവേ ഉള്ളൂ. അതാണ് അള്ളാഹ് എന്ന് പറയുന്നത്. റബ്ബല്ലാതെ വേറെ ഒരു സൃഷ്ടാവും സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പിന്നെ സമസ്തക്കാരെ സംബന്ധിച്ചിടത്തോളം ഉണ്ടോ ഇല്ല എന്നുള്ള കാര്യം അവരുടെ പ്രഭാഷണത്തിലും അവരുടെ ഇടപെടലുകളിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. സമസ്തക്ക് വേറെ ഉണ്ട് ആള്. സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ പഠിച്ചു മനസ്സിലാക്കേണ്ടത് ആകാശത്തിൻ്റെയും ആകാശം ഭൂമിയുടെ ഇടയിലുള്ള സർവ്വത്ര ചരാചരങ്ങളെയും ഒക്കെ പടച്ചത് ആരാണ്? അള്ളാഹുവാണ്. പക്ഷെ സമസ്തയെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ പിന്നെ നിയന്ത്രിക്കുന്നത് ആരാണ്? ആകാശം ഭൂമിയൊക്കെ നിയന്ത്രിക്കും, ലോകം മൊത്തം നിയന്ത്രിക്കുന്ന ആരാണ്? സി.എം. മടവൂരാണെന്നാണ്. ഇത് അവരുടെ വിശ്വാസമാണ്. അതുമാത്രമല്ല, കുത്തുബിയത്തിലൊക്കെ ഇവർ പറയുന്നത് ആ ഷെയ്ഖ് ജീലാനിയുടെ മേത്ത് ഇവർ തന്നെ വെച്ച് കെട്ടി പറയുന്നത് എന്താണ്? വെള്ളം തരുന്ന മഹാനെ എന്ന്. വെള്ളം തരുന്നത് ആരാ? അള്ളാഹുവാണ്. പക്ഷെ ഇവർ വെള്ളം തരുന്ന മഹാനെ, അരുവികൾ ഒഴുക്കുന്ന മഹാനെ എന്നൊക്കെയാണ് ഷെയ്ഖ് ജീലാനിയെ പറ്റി കുത്തുബിയത്തിൽ പറയുന്നത്. അപ്പോൾ ആകാശത്തിനും ഭൂമിക്കും അതിൻ്റെ ഇടയിലുള്ള സർവത്ര ചരാചരങ്ങൾ എന്തൊക്കെയുണ്ടോ അത് മുഴുവൻ അള്ളാഹു അറിയാതെ ഒരു ഇല പോലും അനങ്ങൂല. അത് കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിട്ടുണ്ട്. ആകാശഭൂമിക്ക് രണ്ട് റബ്ബില്ല. അങ്ങനെ രണ്ട് അള്ള ഉണ്ടെങ്കിൽ ആകാശം ഭൂമിക്ക് എന്നേ നശിക്കുമായിരുന്നു. ഇത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അപ്പോൾ ആകെ ഒരൊറ്റ പ്രപഞ്ച സൃഷ്ടാവായ ആകെ ഒരൊറ്റ റബ്ബേ ഉള്ളൂ സത്യവിശ്വാസിക്ക്. പക്ഷെ സമസ്തയെ സംബന്ധിച്ച് അവർക്ക് അവരുടെ പ്രത്യേക മതമുണ്ട്. അവർക്ക് അവരുടെ ചില വിശ്വാസങ്ങളുണ്ട്, അവർക്ക് വിശ്വാസ വൈകല്യങ്ങളുണ്ട്. ഇസ്ലാം പറയുന്ന വിശ്വാസമൊന്നുമല്ല അവർക്ക് അവരുടേതായിരിക്കുന്ന ചില റൂട്ടുകളും ചില പിന്നെ മതപുരോഹിതന്മാരുടെ കാൽപ്പാടുകൾ ഇങ്ങനെ പിന്തുടർന്ന് പോകുന്ന രീതിയുണ്ട്. അപ്പോൾ ലോകം നിയന്ത്രിക്കുന്ന ഒരാൾ സി.എം. മടവൂരാണെന്നപ്പോൾ അവരെ ഒരു ചർച്ച, ആ ചർച്ചയല്ല, അവരത് 100% അംഗീകരിക്കുന്നു. ഇപ്പം നൗഷദ് ഹസനിയെ പോലെയുള്ള ആൾക്കാരൊക്കെ വലിയ ഫ്ലെക്സ് ഒക്കെ വെച്ച് കെട്ടിയിട്ട് പിന്നെ മുദബ്ബിർ ആലം എന്ന് പറഞ്ഞിട്ടുള്ള കോൺഫറൻസ് സമ്മേളനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് അവസ്ഥ. അപ്പോൾ അവർ സമസ്തക്കാർ വിശ്വസിച്ച് കഴിഞ്ഞു എന്ത്? ലോകം നിയന്ത്രിക്കുന്നത് സി.എം. മടവൂരാണ് എന്നുള്ള കാര്യം അവർ ഈമാനോട് കൂടി ശരിക്ക് ഈമാൻ കാര്യത്തിൽ പെടുത്തി തന്നെ അവർ വിശ്വസിക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും നമ്മളെ കിട്ടൂല. സത്യവിശ്വാസികൾ കൃത്യമായിട്ട് അറിയാം ലോകമാരാ നിയന്ത്രിക്കുന്നത്. എന്തിനപ്പോൾ കേരളത്തിലെ ആൾക്കാരെ പറയുന്നത്? മക്കയിലെ മുശ്രിക്ക് പറയുമല്ലോ ആരാ ആകാശം പഠിച്ചത്, ആരാ ഭൂമി പഠിച്ചത്, ആരാ മരിപ്പിക്കുന്നത്, ആരാ വെള്ളം തരുന്നത്, ആരാ ജീവിപ്പിക്കുന്നത്, ആരാണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ആരാണ്? അവർക്ക് തർക്കമില്ല, അള്ളയാണെന്ന് അവർ പറയാ. പക്ഷെ സമസ്തക്കാർ പറയാം അങ്ങനെയല്ല, സി.എം. മടവൂരാണ് ഈ ലോകം നിയന്ത്രിക്കുന്നത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാൻ മുഖ്യമായിട്ട് പങ്കുവഹിച്ചത് ആരാന്നറിയോ? കാന്തപുരം വിഭാഗമാണ്. മറ്റൊരു മോശമല്ല. ഈ രണ്ടു കൂട്ടർ സി.എം. മടവൂരിനെ അംഗീകരിക്കുന്നവരാണ്. പക്ഷേ എന്നാലും കുറച്ചും കൂടി മുൻപതി നിൽക്കുന്നത് ഈ സർക്കസ് കൂടാരത്തിലെ ആൾക്കാരാണ്. അവരാണ് ഇത് തൊപ്പും തൊങ്ങലൊക്കെ വെച്ച് സി.എം. മടവൂരിൻ്റെ കറാമത്ത് പാലാസിനൊക്കെ അതിൽപ്പെട്ട കൂടാരത്തിൽപ്പെട്ട ആൾക്കാരാണല്ലോ. അപ്പോൾ അവരാണ് ഇതിനെ കൂടുതൽ കൊണ്ടുപോകുന്നത്. മറ്റൊരു മോശക്കാരല്ല. അവർക്ക് കിട്ടുന്ന വേദികളിലൊക്കെ സി.എം. മടവൂരിനെ പൊക്കി പറഞ്ഞ് ആ കറാമത്തുകളൊക്കെ വിളമ്പുന്ന പാർട്ടിയാണ്. രണ്ട് കൂട്ടരപ്പോൾ തുല്യമാണെങ്കിൽ ഒരുപടി മുന്നിൽ നിൽക്കും ആര്? ഈ കാന്തപുരം ടീം. നോക്ക് നിങ്ങൾ, കാന്തപുരം പി അബൂബക്കർ മുസ്ലിയാർ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് തൻ്റെ അണികളോട് പറഞ്ഞു കൊടുത്ത ഒരു ശൈലിയുണ്ട് മടവൂരിനെ പറ്റിയിട്ട്. അതൊന്ന് നിങ്ങളൊന്ന് കേട്ടോക്ക്. മുഹമ്മദ് അബൂബക്കർ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു മുനഫഅനാ ബിഹി ഫിദ്ദാറൈൻ. ബഹുമാനപ്പെട്ടവർ ഇവിടെ ആത്മീയമായി ഭരണം നടത്തുന്ന ഒരു ഭരണാധികാരിയാണ്. അതിനാർക്കും സംശയം വേണ്ട. സംശയിച്ചാൽ അവൻ പരാജയപ്പെട്ടു പോകും. ബഹുമാനപ്പെട്ട സി.എം. വലിയുല്ലാഹി അവർകൾ 1-ാം നമ്പർ ഭരണാധികാരി. എന്തിനെയാണ് ഭരിക്കുന്നത്? ആത്മാവിനെ, നമ്മുടെ ഓരോരുത്തരുടെയും ആത്മാവിനെ ഭരിക്കുകയും ഈ ആത്മാവിൽ മഹബത്തും ഈമാനും ഇട്ടുതരികയും ചെയ്യുന്നതിന് സഹായിക്കുകയും ചെയ്യുന്ന മഹൽ വ്യക്തി. കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പ് സി.എം. മടവൂരിൻ്റെ നേർച്ച നടക്കുകയാണ്. മടവൂര് നേർച്ച നടക്കുമ്പോൾ അവിടെ പോയിട്ട് അവിടെ കൂടിയിരിക്കുന്ന ജനങ്ങളോട് പറഞ്ഞാണ് സി.എം. മടവൂര് ആത്മീയമായി ഭരണം നടത്തുന്ന 1-ാം നമ്പർ, 2-3 ഫസ്റ്റ് ക്വാളിറ്റി ആണെന്നാ പറഞ്ഞേ. 1-ാം നമ്പർ ഭരണകർത്താവാണ്. എന്തിനാ ഭരിക്കുന്നത്? ആത്മാവിനെ. എന്താ ഭരണത്തിന്റെ ഫലം? എന്താണ്? മനുഷ്യന്റെ മനസ്സിലേക്ക് മഹബത്തും ഈമാൻ ഇട്ടുകൊടുക്കുന്ന ആളാണ് ആര്? സി.എം. മടവൂരിന്ന്. അങ്ങനെ വിശ്വസിച്ചില്ലെങ്കിലോ പരാജയപ്പെട്ടു പോകും. അങ്ങനെ സംശയിക്കണ്ട എന്നാണ് വലിയൊരു വെല്ലുവിളിയാണ്. അങ്ങനെ സംശയിക്കാനേ പാടില്ല.
അങ്ങനെ സംശയിച്ചാലോ പരാജയപ്പെട്ടു പോകും എന്നുള്ള ആ ഒരു ശൈലിയിലാണ് പിന്നെ സി എം മടവൂരിനെ പറ്റിയിട്ട് അന്ന് പോയിട്ട് കാന്തപുരം അബൂബക്കർ മുസ്ലിയാർ ജനങ്ങളോട് പഠിപ്പിച്ചു കൊടുത്തത്. ഇത് കേട്ട അണികള് അവിടുന്നൊക്കെ ചാടി. അന്ന് പറഞ്ഞത് ആത്മാവിനെ ഭരിക്കുന്ന വലിയ 1-ാം നമ്പർ ഭരണകർത്താവാണെന്നാണ്. ഈമാനും മഹബത്തും മനുഷ്യന്റെ മനസ്സിലേക്ക് നിറച്ചു കൊടുക്കുന്നു. ആരെ? നീ നമസ്കരിക്കാത്ത, നോമ്പെടുത്താൽ തന്നെ ഭക്ഷണം കൊടുത്ത് മുറിപ്പിക്കുന്ന സി എം മടവൂരെ ഈമാൻ ഇട്ട് കൊടുക്കുക. സ്വന്തം നിലയ്ക്ക് തന്നെ ശരീരത്തിന് നിയമങ്ങൾ പാലിക്കണില്ല. ആ വ്യക്തിയാണ് മറ്റുള്ളവർക്ക് ഈമാനും മഹബത്തൊക്കെ മനസ്സിലേക്ക് ഇട്ടു കൊടുക്കുന്നത്. മനസ്സ് വായിക്കാനും അതോടൊപ്പം തന്നെ മനസ്സിലുള്ള എല്ലാ കാര്യവും അറിയുന്ന റബ്ബാണ്. അപ്പൊ കൃത്യമായിട്ട് കാര്യങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നതിന് പകരം സി എം അന്ന് ആത്മീയമായ ഭരണം നടത്തുന്നു എന്നാണ് അന്ന് പറഞ്ഞത്. അത് കേട്ടിട്ട് പിന്നെ മുടിവെള്ളം കുടിച്ച കുറെ ആൾക്കാർ, ആ മർക്കസിൽ നിന്നൊക്കെ പഠിച്ചിറങ്ങിയ കുറെ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് പിന്നെ പിന്നെ കാന്തപുരം എന്താ പറയണേ, അതിന്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. ഖുർആനിൽ അള്ളാഹ് എന്ത് പറഞ്ഞ പ്രവാചക, അതൊന്നും അവിടെ നിൽക്കട്ടെ, അതും വലിയ വിഷയമല്ല. കാന്തപുരം എന്താ പറഞ്ഞത്? അപ്പൊ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ തന്നെ പോയി വിളമ്പിയ രംഗം. കാന്തപുരം അന്ന് പറഞ്ഞ എന്താണ്? ആത്മീയമായി ഭരിക്കുന്ന ഭരണകർത്താവ് എന്ന്. അണികളോ അവിടെ നിന്നൊക്കെ അങ്ങോട്ട് ചാടി 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 പോയിട്ടേ എവിടെ വരെ ഭരിക്കുന്ന പറഞ്ഞത് കേട്ടോക്ക്. അവര് പറഞ്ഞതാണ്. അവരെ മുഹിബീങ്ങളും അവരെ മുരീദന്മാരല്ല പറഞ്ഞത്, അവര് തന്നെ പറഞ്ഞു അന ഖുത്ബുൽ, ഞാനാണ് ലോകത്ത് നിയന്ത്രിക്കുന്നത്. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല പോലും അനങ്ങുന്നില്ല. ഉപ്പാപ്പ പറഞ്ഞതാ. അല്ലാഹു അവിടുത്തെ മദദ് നൽകട്ടെ, മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നിങ്ങളെന്താ ആമീൻ പറയാത്ത? ആമീൻ പറയാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഒന്നും കൂടെ ആമീൻ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ഉപ്പാപ്പാനെ മുറുകെ പിടിച്ചോളി. ഉപ്പാപ്പ നമ്മൾ വിചാരിച്ചതുപോലെ ഉപ്പാപ്പനെ കണ്ടവരുണ്ട്. അപ്പൊ അതുകൊണ്ട് സി എം മടവൂരിനെ പറ്റിയൊക്കെ പറയുമ്പോൾ അവർക്ക് വല്ലാത്ത ആവേശമാണ്, വലിയ ഒരു ആഹ്ലാദവും അതോടൊപ്പം തന്നെ വലിയ ജാഗ്രതയാണ് അതൊക്കെ പറയുമ്പോൾ. എന്താ ഒരു ആവേശം! ഇവർ സി എമ്മിന് വേണ്ടി ജീവിക്കാൻ വേണ്ടി, സി എം ആണ് ഇവർക്ക് വായു കൊടുക്കുന്നത്, സി എം ആണ് ഇവർക്ക് വെള്ളം കൊടുക്കുന്നത്, സി എം ആണ് മഴ കൊടുക്കുന്നത്, സി എം ആണ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്, ഇവരെയൊക്കെ പോറ്റി വളർത്തുന്നത്, ഇവരെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ തന്നെ സി എം ആണ് എന്നുള്ള രൂപത്തിൽ പിന്നെ അള്ളാഹുവിന് സമാന്തരമായിട്ട് ഒരു അള്ളാഹനെ ഉണ്ടാക്കിയിട്ട് ഇവരെന്ത് ചെയ്യുക? ജനങ്ങളെ ക്ഷണിക്കുക. അന്ന് കാന്തപുരം പറഞ്ഞ് ആത്മീയമായ ഭരണം നടത്തുന്ന ആളെന്നാ പറഞ്ഞു. ഇപ്പൊ അണികള് ഇപ്പൊ ഈ സൗണ്ട് കേട്ട് ഒച്ചപ്പാട് കേട്ടിട്ടൊന്നും പിന്നെ ജദുബിന്റെ ഹാലിലേക്ക് എത്തിയിട്ടില്ല. കാരണം പ്രായം അത്ര ആയിട്ടില്ലല്ലോ. ഇത് മറ്റത് കുടിച്ചതാണ്. ഏത് മറ്റേ വെള്ളം ഉണ്ടല്ലോ, അത് കലക്കി കുടിച്ച ഹാലിലാണ് ഇപ്പൊ ഈ പറയുന്നതൊക്കെ. എന്താ ഒരു ആവേശം! ഇവര് ഖുർആൻ നിഷേധികളാ. അള്ളാഹു അറിയാതെ ഒരു ഇല പോലും അനങ്ങുന്നില്ല എന്ന് ഖുർആൻ പഠിപ്പിച്ച കൊടുത്ത് സി എം അറിയാതെ ഇവിടെ ഇല പോലും അനങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് എന്ത് ഇസ്ലാമാണ് കൂട്ടരെ? നിങ്ങൾ ഏത് ഖുർആനിനെയാണ് നിങ്ങൾ അംഗീകരിക്കുന്നത്? ആരാണ് നിങ്ങളുടെ പ്രവാചകൻ? ഏതാ നിങ്ങളുടെ മതം? എന്താ നിങ്ങളുടെ ആശയം? എന്താ നിങ്ങളുടെ ആദർശം? അപ്പൊ വളരെ കൃത്യമാണ് കാര്യങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങൾ പഠിച്ചു മനസ്സിലാക്കണം. ഇവരുടെ ആശയം കൃത്യമാണ്. ഇത് നമ്മൾ വെറുതെ പറയല്ല. ഇവർ നാഴേക്ക് 40 പ്രാവശ്യം മൈക്ക് വെച്ച് കെട്ടിയിട്ട് സി എമ്മിന് വേണ്ടിയാണ് ഇവർ ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കുന്നത്. പരിശുദ്ധ ഖുർആനിൽ പറയപ്പെട്ട എന്തെല്ലാം കാര്യം പറയാനുണ്ട്. അള്ളാഹു റസൂലിനെ പരിചയപ്പെടുത്താൻ പ്രവാചകൻ ഹദീസ് പറഞ്ഞു കൊടുക്കാൻ ജനങ്ങൾക്ക് അതൊന്നും ഇവർ തൊടൂല. ഇവർക്ക് ഇങ്ങനെയുള്ള കള്ളക്കറാമത്തുകളും ഇതേപോലെയുള്ള ജനങ്ങളെ പഴപ്പിക്കാനുള്ള വല്ല മാർഗങ്ങളാണ്. എന്നിട്ട് ഇപ്പോ കാന്തപുരത്തിന്റെ വേറെ ഒരു വീഡിയോ ഞാൻ കാണിച്ചു തരാം. മൂപ്പര് അവിടെ നിന്ന് ചെറിയ വ്യത്യാസപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ പറയണേ, നിങ്ങൾ കേട്ടോക്ക്. അള്ളാഹുവിന്റെ ദീൻ സ്വീകരിക്കുന്നവർ, ദീനിനെ മുറുകെ പിടിക്കുന്നവർ, അവരാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്ത് എന്ന് പറയുന്നത്. ഒരു കാലഘട്ടത്തിൽ സി എം മടവൂരാണ് ആത്മീയമായി നിയന്ത്രിക്കുന്നു, ആത്മീയമായി ഭരിക്കുന്നവരെ സി എം മടവൂരാണെന്നും സ്നേഹവും മൊഹബത്തും മനുഷ്യ ഹൃദയത്തിലേക്ക് കൊടുക്കുന്നത് സി എം മടവൂരാണെന്നും സംശയം വേണ്ട എന്ന് പറഞ്ഞിട്ട്, സംശയിക്കേണ്ട, അങ്ങനെ സംശയിച്ചാൽ പരാജയപ്പെട്ടു പോകും എന്ന് പറഞ്ഞ ആള് പറയാണ് എന്ത്? അള്ളാഹുവിന്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്നവരാണ് അഹ്ലു സുന്നാന്ന്. അപ്പോ ഇവരതിൽ പെടില്ല എന്ന് മനസ്സിലായി. എന്തായാലും ഇവര് പെടൂല. കാരണം എന്താണ്? ഈ വിശ്വാസം ഉള്ളത് അഹ്ലു സുന്നയാണോ? അഹ്ലു സുന്ന എന്ന് പറഞ്ഞാൽ അതൊരു ആദർശമാണ്. അത് ബോർഡുമ പേര് എഴുതി വെച്ച് മദ്രസ പിടിച്ചെടുക്കുക, പിന്നെ കാന്തപുരം പോയിട്ട് ഈക്കക്കര മദ്രസ പിടിക്കുക, അങ്ങനെയുള്ള ആ ഒരു ആദർശമല്ല അത്. സുന്നത്തി ജമാഅത്ത് എന്നൊക്കെ പറഞ്ഞാല് പരിശുദ്ധ ഖുർആനും ഹദീസും സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന സലഫ് സ്വാലിഹ്യങ്ങൾ ജീവിക്കുന്ന ആ ഒരു പാന്താവുണ്ടല്ലോ, അതിനാണ് അഹ്ലു സുന്ന എന്ന് പറയാ. എന്തായാലും നിങ്ങൾ പെടൂല ആ വിഷയത്തില്. കാരണം നിങ്ങൾ റസൂലുള്ളാഹിനെ വെച്ച് കുറേ തിന്നതാണ്. ആ വിഭാഗത്തിന്റെ ആൾക്കാർ, അതിന് നേതൃത്വം കൊടുക്കുന്നത് നിങ്ങളാ. ഈ അണികളെ മുഴുവൻ പഴപ്പിച്ചത് നിങ്ങളാ. ഈ അണികളെ പറഞ്ഞ് പിന്നെ സി എം മടവൂരാൻ ലോകം നിയന്ത്രിക്കുന്നത് വരെ എന്ന് പറഞ്ഞു കൊടുത്ത് ജനങ്ങളെ അത് പബ്ലിസിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് പഴയ കാലത്ത് ആൾക്കാരൊക്കെ പറയില്ലേ,
എന്ത് മൊല്ലാക്ക നിന്ന് പാത്തിയാല് പിള്ളേർ നടന്ന് പാത്തുന്ന്. അപ്പൊ അന്ന് പിന്നെ CM മടവൂര് ആത്മീയമായി നിയന്ത്രിക്കുന്നതാണ്, ആത്മീയ ഭരണം നടത്തുകയാണെന്ന് പറഞ്ഞപ്പോൾ മക്കൾ എന്ത് ചെയ്തു, അതിങ്ങനെ നടന്നു പാത്താൻ തുടങ്ങി. അതായത് ലോകം മൊത്തം നിയന്ത്രിക്കുന്ന മഹാനാണ് എന്ന് വരെ പറഞ്ഞു തുടങ്ങിയിട്ട് ഇതിങ്ങനെ തലതിരിയാണ്. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പോ ഇവരെന്തായാലും സുന്നത്തി ജമാഅത്തല്ല, അത് യാതൊരു തർക്കമില്ല ആ വിഷയത്തിൽ. അങ്ങനെയാണ് എങ്കിൽ സുന്നത്തി ജമാഅത്താണ് എങ്കിൽ ഈ വികലമായ വിശ്വാസം അവരുണ്ടാവൂലല്ലോ, വിശ്വാസ വൈകല്യം ഉണ്ടാകൂലല്ലോ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്ത് സുന്നത്തി ജമാഅത്തല്ല എന്ന്. അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിലേക്ക് മടങ്ങിക്കോ, ഖുർആനിലേക്ക് മടങ്ങിക്കോ. ഈ പാള മൗലൂദുകളും പാള കിതാബുകളും ഒരുപാട് പാള ഗ്രന്ഥങ്ങളൊക്കെ ഇല്ല, അതൊക്കെ വലിച്ചെറിഞ്ഞോ. ആണ്ട് ഉറൂസ് നേർച്ച പോലെയുള്ള കാര്യങ്ങളൊക്കെ കള, ഈ ജാർ വ്യവസായം കള, മുടി വ്യവസായം കളി. എന്നിട്ട് അങ്ങനെ ഖുർആനിലേക്ക് മടങ്ങ്, തൗഹീദിലേക്ക് മടങ്ങ്, എന്നിട്ട് പറയുകയാണെങ്കിൽ രസമുണ്ട്. എന്തായാലും മൂപ്പര് പറഞ്ഞൊരു കാര്യം ശരിയാണ്, എന്ത് അള്ളാഹുവിന്റെ ദീനനുസരിച്ച് ജീവിക്കുന്നവരാണ് അഹ്ലു സുന്ന, അത് അങ്ങനെയുള്ളവരാണ് സുന്നത്തി ജമാഅത്ത്. പക്ഷെ ഇവരതിൽ പെടില്ല എന്ന് കാര്യം മനസ്സിലായില്ലേ. അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഇരട്ടത്താപ്പ് നയാണ്. അത് ഗൾഫിലെത്തിയ സമയത്ത് ഗൾഫിൽ അറബിനെ കാണുമ്പോൾ ഇവര് ഇതൊന്നുമില്ല, CM ഇല്ല. അപ്പൊ CM ലോകം നിയന്ത്രിക്കുന്ന ആളല്ല. എഴുതുന്ന അവസ്ഥ, അറബിയുടെ അടുത്ത് പോയിട്ട് കൈ കൊടുക്കാം, അവരോട് സലാം പറയാം, അവരെ കെട്ടിപ്പിടിക്കാം, അവർക്കൊക്കെ എന്ത് വേണം ചെയ്യാൻ, പൈസ പിടുങ്ങാണല്ലോ. ഇവിടെ വരുന്ന സമയത്താണ് മക്ക മുശ്രിക്കിന്റെ സ്വഭാവം. വെള്ളത്തിൽ സമുദ്രത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് മക്കയിലെ മുശ്രിക്ക് അള്ളാഹുവിന് ദുആ ചെയ്യുമായിരുന്നു. കരയിലെത്തുമ്പോഴോ അപ്പൊ അവർ ലാത്താമാനാത്തനെ വിളിക്കും. ഇതാണ് അവസ്ഥ. ഗൾഫിൽ പോയി കഴിഞ്ഞാൽ കാന്തപുരത്ത് അവസ്ഥയെ പറഞ്ഞ ഗൾഫിൽ പോയി കഴിഞ്ഞാൽ അറബികളോട് കാര്യങ്ങളൊക്കെ പറയാം, പൈസ പിടിങ്ങിട്ട് പോരുക. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ CM മടവൂര്, മമ്പർത്തങ്ങൾ, ജാറം, മറ്റത് മറിച്ചത്, ഈ അനാചാരങ്ങൾ. അപ്പൊ അതുകൊണ്ട് കൃത്യമായിട്ട് ദീൻ പഠിച്ചു മനസ്സിലാക്കാം, സത്യത്തിലേക്ക് വരിക. സാധാരണക്കാരായ കുറെ ആൾക്കാർ ഇവരെ പുറകിലൂടെ നടക്കുന്നുണ്ട്, അവരാണ് ഇവരെ വളർത്തിക്കൊണ്ട് പോകുന്നത്. പിന്നണികളില്ലെങ്കിൽ പിന്നെ നേതാക്കന്മാർ ഉണ്ടാകൂല. അതുകൊണ്ട് ജനങ്ങൾ കാര്യം തിരിച്ചറിയുക, അള്ളാഹിന്റെ മാർഗത്തിലേക്ക് മടങ്ങുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.